തലമുടി നല്ല കട്ട കറുപ്പോട് കൂടിയിട്ട് വളരാനൊക്കെ ആയിട്ട് നല്ല പനങ്കുല പോലെ വളരാനായിട്ട് നല്ല ഹെയർ ഡൈയുടെ ഓയിൽ ഉണ്ടാക്കി കാണിച്ചു തരട്ടെ. അപ്പം ഇത് ഹെയർ ഡൈ ഓയിൽ എന്ന് പറയാൻ പറ്റത്തില്ല, മുടി നരയ്ക്കത്തില്ല. ഇങ്ങനെ നിങ്ങൾ എണ്ണ കാച്ചി തേക്കുവാണെങ്കിൽ മുടി നല്ല കട്ട കറുപ്പോട് കൂടി വളരുകയും ചെയ്യും. നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്ക് തേക്കാം. കരിഞ്ജീരകം വെച്ചിട്ടുള്ള എണ്ണയാണ്. അപ്പം എണ്ണ കാച്ചാതെ നിങ്ങൾ എണ്ണ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. മുടിക്ക് നല്ല ഉള്ളും കറുപ്പും തിളക്കവും കിട്ടുകയും ചെയ്യും, അകാല നിരം മാറുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഈ തലമുടി നരച്ച് തുടങ്ങിയിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എണ്ണ ഉണ്ടാക്കി നിങ്ങളെടുത്ത് വെച്ചോ. അപ്പം മുടി നരയ്ക്കാതെ ഇരിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ ഒരു 2 സ്പൂണോളം വരുന്ന രീതിയിൽ കരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. കരിഞ്ജീരകം അങ്ങാടി ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പിലല്ലേ, കറിവേപ്പില ഒരു 1-2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കറിവേപ്പില നിങ്ങൾ കൂടുതൽ ഇടുന്നോ അത്രയ്ക്കും നല്ലതാണ്. അപ്പോൾ കറിവേപ്പില നമുക്ക് തലമുടിക്ക് നല്ല കറുപ്പും തിളക്കവും കിട്ടുന്നതല്ല. അപ്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഹെയർ ഡൈകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നല്ല ഈ നെല്ലിക്ക. അപ്പം നെല്ലിക്ക, പച്ച നെല്ലിക്ക അതല്ലെങ്കിൽ ഉണങ്ങിയ നെല്ലിക്ക വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ ഉണക്ക നെല്ലിക്ക ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതല്ലെങ്കിൽ നെല്ലിക്കയുടെ പൗഡർ നമുക്ക് ആയുർവേദ ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ആ നെല്ലിക്കയുടെ പൊടി 1 സ്പൂൺ അതും ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കാവേ. ഇത് വറുത്ത് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ലൊരു കരിഞ്ഞ രീതിയിൽ നമുക്ക് എണ്ണ കിട്ടും. ആ എണ്ണ നമ്മൾ തലയിൽ വെറുതെ തേച്ചാൽ മതി. അപ്പം മുടിക്ക് നല്ല കറുപ്പോടുകൂടി മുടി വളരും കേട്ടോ. പിന്നെ നമ്മൾ ഹെയർ ഡൈയിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ നെല്ലിക്കപ്പൊടിയുടെ കൂട്ടത്തിൽ നമ്മൾ മൈലാഞ്ചിപ്പൊടി ചേർക്കാറില്ലേ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു സ്പൂണോളം വരുന്ന രീതിയിൽ മൈലാഞ്ചിയുടെ പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി വറുത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഉലുവ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ്. താരം മാറാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് തലയ്ക്ക് നല്ല തണുപ്പും കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ കരിഞ്ചീരം ഇട്ടേക്കുന്നത് കൊണ്ട് നീർക്കെട്ടും വീഴത്തില്ല. അപ്പം ഉലുവ 1 സ്പൂൺ 1.5 സ്പൂണോളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം ഉലുവയും കൂടി നന്നായിട്ടൊന്ന് വറുത്ത് തേക്കും പോലെ കൊടുക്കണേ. ഇനി നമ്മൾ നീലയമരിയുടെ പൗഡറില്ലേ, നിങ്ങൾ നെല്ലിക്കയുടെ പൗഡറും അതുപോലെ തന്നെ മൈലാഞ്ചിയുടെ പൗഡറും വാങ്ങുന്ന ഷോപ്പിൽ നിന്ന് തന്നെ നിങ്ങൾ ഈ നീലയമരിയുടെ പൗഡറും കൂടി വാങ്ങും കേട്ടോ. കാരണം നമ്മൾ ഈ കെമിക്കലായിട്ടുള്ള ഹെയർ ഡൈ കാര്യങ്ങളൊക്കെ നമ്മൾ തലയിൽ തേക്കുന്നതിലൊക്കെ ഒരുപാട് നല്ലത്. നമുക്ക് ഇതുപോലെ എണ്ണ ഉണ്ടാക്കിയൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ തലയിൽ തേക്കുകയാണെങ്കിൽ നമ്മളെ മുടി നല്ല കട്ട കറുപ്പോട്ട് വളർന്നോളൂ. അപ്പം ഇതുപോലെ നിങ്ങൾ ഒരു നീലമരിയുടെ പൗഡർ ഉണ്ടെങ്കിൽ 1 സ്പൂൺ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് തീ അങ്ങോട്ട് ഓഫ് ചെയ്തോട്ടോ. ഇനി ഈ ചൂടിൽ തന്നെ കിടന്നിട്ട് ഈ മൊത്തത്തിൽ ഒന്ന് കരിഞ്ഞ് മുരിഞ്ഞ് വരും. അപ്പം ഈ ഇലയില്ലേ നമ്മൾ ഇട്ടേക്കുന്ന കറിവേപ്പില അത് നമ്മൾ നല്ല കരിമുരാന്ന് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടത്തി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നെല്ലിക്കയുടെ പൗഡറും അതുപോലെ തന്നെ മൈലാഞ്ചിയുടെ പൗഡറും കൂടി നിങ്ങളിത് കുഴച്ച് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തലയിൽ ഹെയർ ഡൈ ആയിട്ട് തേക്കാം. നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈയുടെ ഒക്കെ വീഡിയോസ് ഞാൻ നമ്മുടെ പേജിൽ ഇട്ടിട്ടുണ്ട്. ആ ഹെയർ ഡൈയുടെ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലിങ്ക് ചോദിച്ചിട്ട് ഞാൻ ഇട്ടുതരാം കേട്ടോ. അപ്പോൾ ഇതിന് ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണേ. നന്നായിട്ടൊന്ന് പൊടിച്ചത് ഇതുപോലെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് സാധാ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണയിലോ അതല്ലെങ്കിൽ സാധാ നമ്മൾ എള്ളെണ്ണ വാങ്ങത്തില്ലേ, എള്ളെണ്ണയിലോ വെളിച്ചെണ്ണയിലോ ഇട്ട് വയ്ക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഏത് എണ്ണയിലിട്ടാലും ഈ എണ്ണയുടെ കളർ ചേഞ്ചിന് വ്യത്യാസം വരും കേട്ടോ. കാരണം ഒരു നീലമരിയുടെ ഇത് ഒരു നീല കളറിൽ വരും, നീലമരിയുടെ ഇലയുടെ ഇത്. അതുപോലെ മൈലാഞ്ചിയുടെ ആണെങ്കിൽ ഒരു ചുമപ്പ് പോലെ വന്നിട്ട് അതുപോലെ നെല്ലിക്ക ഒരു നീല പോലെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിൻ്റെ സത്തും ഈ എണ്ണയിലേക്ക് പിടിച്ച് കഴിയുമ്പോഴേ എണ്ണയ്ക്കൊരു കളർ ചേഞ്ച് വരും കേട്ടോ. ഇനി എണ്ണയ്ക്കൊരു മണം കിട്ടാനായിട്ട് നമുക്ക് ഈ റോസ്മേരി ലീഫില്ലേ, ആയുർവേദ ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ ഈ റോസ്മേരി ലീഫ്. അപ്പോൾ അത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഒരു നുള്ളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ എണ്ണയ്ക്ക് നല്ല മണവും കിട്ടും. ഇനി ഇതിപ്പോൾ പൊട്ടിച്ചെടുത്ത് ഒഴിച്ചത് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഷേക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഏകദേശം ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ എണ്ണയ്ക്ക് കളർ ചേഞ്ച് വരും കേട്ടോ. ഇട്ടിട്ട് അപ്പോൾ തന്നെ എന്താ കളർ മാറാത്തതെന്ന് ചിന്തിക്കേണ്ട. ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ കളർ നല്ല രീതിയിൽ ഇതുപോലെ ബ്രൗൺ കളറിലേക്ക് മാറും. അപ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിലും ഈ ഒരു കളറിലേക്ക് വന്നോളൂ കേട്ടോ. അപ്പം ഈ ഒരു എണ്ണയുടെ കളർ പോലെ തന്നെ നമുക്ക് തലമുടിക്ക് നല്ല കറുപ്പും കരുത്തോടുകൂടി മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ്. പിന്നെ ഈ കരിഞ്ജീരകവും കറിവേപ്പിലൊക്കെ ഇട്ടാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് മുടിക്ക് നല്ല കറുപ്പും തിളക്കവും കിട്ടും കേട്ടോ. അപ്പം മുടി നരയ്ക്കുന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും ധൈര്യമായിട്ട് തേക്കാൻ നീർക്കെട്ടും വീഴത്തില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ കുഞ്ഞു ടിപ്സിനും വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്തവരൊക്കെയാണെങ്കിൽ ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കരുത്.